ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ടെങ്കിലും ഇതുവരെ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഇടുന്ന ലോങ് വീഡിയോ ഡേ ഇൻ അവർ ലൈഫ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ രാവിലത്തെ ചായൻ്റെ തകൃതിയായിട്ടുള്ള പണികളിലായിരുന്നു കേട്ടോ നമ്മൾ രണ്ടാളും. പിന്നെ സഹായിക്കാൻ നമ്മളെ കൂടെ ആദവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കട്ടൻ ചായ തിളപ്പിച്ചേരും പിന്നെ നേരെ ഫ്രിഡ്ജിൽ പോയിട്ട് മീനെടുത്ത് പുറത്ത് വെച്ചിട്ടോ, കാരണം അത് ഐസൊക്കെ വിടണമല്ലോ. അതേ അതിൻ്റെ ഇടയിൽ ആദ്യം പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് ഒരടുപ്പിൽ പത്തിരിൻ്റെ മാവ് ഞാൻ റെഡി ആക്കുമ്പോൾ മറ്റേ അടുപ്പിൽ രാവിലത്തേക്കുള്ള കറി ശരിയാക്കിയിട്ടുണ്ടോ സാധനം. രാവിലത്തെ ചായപരിപാടി കഴിഞ്ഞെങ്കിലും ഉച്ചക്ക് എന്ത് വെക്കാന്നാണ് നമ്മളപ്പോൾ ആദമിനാണെങ്കിൽ തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ശീലക്കേടും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. നമ്മൾ ഈ വീഡിയോ ഉടനീളം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ആദമിൻ്റെ പാട്ട് രാവിലെ ഉണ്ടായിരുന്നു. ആൾക്ക് തീരെ വയ്യാത്തതിനോട് തന്നെ ആൾ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയുള്ള ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ ഓൻ എടുത്തുകൊണ്ടാണ് കഴിച്ചത്. അങ്ങനെ കറീൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനി അത് വറവിട്ടാൽ കൂടി മതി ഉണ്ടായിരുന്നു കേട്ടോ. കറീൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പത്തിരി ചുടാനായിട്ട് കല്ലെടുത്ത് വന്നു. നമുക്കാണെങ്കിൽ ഇവിടെ മിക്ക ദിവസം പത്തിരി തന്നെ കേട്ടോ ഉണ്ടാവല്. കാരണം ഇവിടുത്തെ എല്ലാവർക്കും പത്തിരിനോടാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചായിട്ട് വരത്തുള്ളൂ. അധികം പത്തിരിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാവല്. അങ്ങനെ പത്തിരിയൊക്കെ ആക്കി വെച്ച് ഞാൻ മുറ്റടിച്ചാനൊക്കെ പോയി. ആ സമയം കൊണ്ട് വീട്ടിലുള്ള ബാക്കിയുള്ള പാത്രങ്ങളും ഒക്കെ സാധനമെടുത്ത് തേച്ച് കഴുകി. അതിന് രണ്ടാളും റെസ്റ്റ് ഇല്ലാതെ ഒരാൾ ഒന്ന് ചെയ്യുമ്പോൾ മറ്റേ ആൾ മറ്റൊന്ന് ചെയ്ത് അങ്ങനെ ഓരോ പണികളിലായിരുന്നു. ചായ കുടിക്കുന്നതിന് മുമ്പായിട്ട് അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം ഇട്ട് വെച്ചാൽ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഏകദേശം അടുപ്പൊക്കെ കത്തി സെറ്റാവുകയും ചെയ്യും. പിന്നെ ചോറിന് വെള്ളം തിളച്ചാലും അരി ഇടാൻ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായ കുടിക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാനും ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതിലുണ്ട് വണ്ടിയിൽ ചാവി ആയിട്ടുണ്ട്. പിന്നെ ചായ കുടിക്കുമ്പോൾ നമുക്ക് കുറേ കഥകൾ ഉണ്ടാവും കേട്ടോ പറയാൻ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ കുടിച്ച് എണീക്കൽ. മുളകൊക്കെ വെയിലത്തിട്ട് പിന്നെ കുറച്ച് നേരം ആദ്യം ഉപ്പച്ചിൻ്റെ കൂടെ ആ കുതിരൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പിന്നെ ചോറിന് അരിയൊക്കെ ഇട്ട് അതൊക്കെ കഴിയുന്നവരെ നമ്മളെ ഡേ ഇൻ അവർ ലൈഫ് നല്ല അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് അതമിന് തീരെ വയ്യാതായത്. ഓൾറെഡി അതമിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ടാബ്ലറ്റ് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവനക്ക് പറ്റ വയ്യാതായപ്പോൾ പിന്നെ വെച്ച് നിന്നില്ല, നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇത് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആയതിനെക്കൊണ്ട് തന്നെ അതിൻ്റേതായ പല കുറവുകളും ഇതിലുണ്ട് കേട്ടോ. കാണിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറി. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.